about this enemy. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊന്ന് വായിക്കാം. As our foundation for our meditation tonight, please turn with me to the book of 2 Corinthians chapter 11. Chapter 2 verse number 11. Chapter 2 verse 11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. Lest Satan should take advantage of us, for we are not ignorant of his devices. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്? Why is the apostle Paul saying the following words? പഴയ നിയമം അറിയാവുന്ന നിങ്ങൾക്ക് അറിയാം സാത്താൻ ആദ്യം മുതൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന്. Those of you that know the Old Testament understand how the enemy used to work from the very beginning. തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ചില വ്യക്തികളെ പരിചയപ്പെടുത്തി നമുക്ക് ആ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് ചിന്തിക്കാം. Within the time permitted to us, let us learn about a few individuals in this context from scripture. അപ്പോൾ ഞാൻ ഇന്ന് പറയുമ്പോൾ ഈ സാത്താന്റെ പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. And as I talk to you about the dealings of Satan, I want you to be very attentive. സാത്താനെ സംബന്ധിച്ചിടത്തോളം സാത്താന് ഒരു ഉന്നമുണ്ട്. As far as Satan is concerned, Satan has a specific target. സാത്താന് ഒരു ഉപകരണമുണ്ട്. He also has a specific weapon that he operates. സാത്താന് ഒരു ഉദ്ദേശ്യമുണ്ട്. He also has a specific purpose with which he operates. അപ്പോൾ സാത്താൻ ഒരു ഉന്നമുണ്ട്. He has a target. സാത്താൻ ഒരു ഉപകരണമുണ്ട്. He has a weapon. സാത്താൻ ഒരു ഉദ്ദേശ്യമുണ്ട്. And he has a specific purpose. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ് ഉപാധിയുള്ളത്? So what exactly is our solution to this issue? Praise the Lord. Amen. അപ്പം ഒന്ന് പറഞ്ഞേ, aim, He has the target or aim, weapon, purpose, and our solution. Praise the Lord. Amen. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. So we are going to meditate on these issues. അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നിങ്ങൾ ഇത് ആ വ്യക്തിയുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ താരതമ്യം ചെയ്യണം. And as I bring to your attention specific individuals, I want you to take these components and try to identify it in that person's life. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഇതുമായിട്ട് ഒന്ന് തുലനം ചെയ്യണം. Then I want you to connect it to your life and see how it's applicable to you. പിശാച് ആദ്യമേ അടുത്ത് ചെന്ന ആള് ഹവ്വായാണെന്ന് നമുക്കറിയാം. We all know that the first individual that Satan drew near to was Eve. ഹവ്വായോട് പിശാച് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. And if you read Genesis chapter 3, we can understand clearly how that dealing went. ചോദ്യം ചോദിച്ചോളൂ, ദൈവം വാസ്തവമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? There was a singular question that was asked. Did God really say so? എന്താണ് അങ്ങനെ ഒരു ചോദ്യം പിശാച് ചോദിച്ചത്? But why was there such a question posed by Satan? ദൈവം വാസ്തവമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? Did he really say so? അപ്പോൾ സാത്താന്റെ ആ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹവ്വയുടെ മനസ്സായിരുന്നു. And so Satan's target was the mind of Eve. അപ്പോൾ പിശാച് ലക്ഷ്യം വെക്കുന്നത് മനസ്സിനെയാണ്. And so Satan's goal or target to achieve is your mind. അപ്പോൾ മനസ്സിലാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. Because thoughts are originated in your mind. ആ മനസ്സിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. And it is through the mind that God communicates with us. അപ്പോൾ സാത്താൻ ഹവ്വായുടെ മനസ്സിനെ ലക്ഷ്യം വെക്കുകയാണ്. And so Satan had specifically set a target of Eve's mind. എന്നിട്ട് ഹവ്വായോട് ചോദിക്കുകയാണ്, വാസ്തവമായി നിന്റെ ദൈവം നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? And now he asks the question, did God really say so? അപ്പോൾ പഴയ നിയമത്തെ വിശദമായി പഠിക്കാൻ നമ്മെ സഹായിക്കുന്നത് പുതിയ നിയമമാണ്. It is the New Testament that allows us to clearly understand the Old Testament. സെന്റ് അഗസ്റ്റിൻ ഒരിക്കൽ ഇങ്ങനെ പറയാനിടയായി തീർന്നിട്ടുണ്ട്. Saint Augustine said the following words. Read the Old Testament in the light of the New Testament. Read the Old Testament in the light of the New Testament. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ തിരുവചനം അതുകൊണ്ടൊന്ന് വായിക്കണം. We can അപ്പോൾ നിങ്ങളുടെ മനസ്സ്, so he says, I fear that your minds would become corrupted. ടാർഗറ്റ് മനസ്സാണ്. And so the target of the enemy is your mind. മനസ്സിനെ ക്യാപ്ചർ ചെയ്യുക എന്നതാണ് പിശാചിന്റെ ടാർഗറ്റ്. Satan's target is to capture your mind. നിങ്ങളുടെ മനസ്സിനെ പിടിച്ചെടുക്കണം. He wants to capture your mind. പൗലോസ് പറയുകയാണ് 2 കൊരിന്ത്യർ ലേഖനം 11:3 നമ്മോട് പറയുകയായിരുന്നു, എന്താണ് നമ്മളിവിടെ വായിച്ചത്? മനസ്സിനെ പിടിച്ചെടുക്കണം. We read that in 2 Corinthians 11 verse 3 that he wants to captivate your mind.
mind. എന്തിനായിരുന്നു സാത്താന് അങ്ങനെ ചിന്തിച്ചെന്നറിയാമോ? Do you know why the enemy had such intentions? ദൈവത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നതെന്ന് ഹവ്വായെ മാറ്റുകയാണ്, മനസ്സിനെ പിടിച്ചെടുക്കുകയാണ്. He is capturing her mind in order to derail her from following the commands of God. ഈ ഹവ്വായുടെ ജീവിതമായിട്ട് തുല്യം ചെയ്ത് പിശാച് നമ്മുടെ മനസ്സിനെ പിടിക്കും. And so I want you to understand that in the light of these scriptures, the enemy wants to capture your mind to take you away from God's commands. മനസ്സിനെ ദൈവത്തിൽ നിന്ന് അകറ്റണം. He wants to derail your mind away from God. അപ്പോൾ സാത്താന്റെ ആയുധം എന്തായിരുന്നു? ഒന്ന്, നമ്മൾ അവന്റെ ടാർഗറ്റ് എന്തായിരുന്നു? So firstly, what was his target? മനസ്സ്. എല്ലാവരും പറഞ്ഞേ, മൈൻഡ്. Can you say it with me? My mind. അപ്പോൾ അടുത്ത തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു ടാർഗറ്റ്. രണ്ടാമത് എന്താ നമ്മൾ പറഞ്ഞേ? What was the second component? വെപ്പൺ, അല്ലേ? It's the weapon. അവന്റെ ആയുധം. It's the weapon. ആയുധം. Weapon. എന്താണ് അവന്റെ വെപ്പൺ? ദൈവത്തിന്റെ വചനം പറയുന്നു, ലൈസ് ആണ്, നുണകളാണ്. What was his weapon? It was the weapon of lies. നുണകളാണ് അവന്റെ ആയുധം. Lies were his weapon. Praise God. Hallelujah. അവന്റെ ടാർഗറ്റ് മൈൻഡാണ്, അവന്റെ ഉപകരണം അല്ലെ വെപ്പൺ ലൈസ് ആണ്, നുണകളാണ്. His target is the mind and the weapon he utilizes are lies. Praise God. Hallelujah. അപ്പോൾ മനസ്സിനെ ഉന്നം വെച്ച് നുണകളെ കൊണ്ടുവന്ന് സാത്താൻ ഹവ്വായോട് അടുക്കുകയാണ്. And so targeting her mind and utilizing the weapon of lies, Satan draws near to Eve. അപ്പോൾ ഹവ്വ സാത്താനോട് മറുപടി പറയുന്നതിനകത്ത് ദൈവത്തിന്റെ വചനത്തോട് കൂട്ടുചേർത്ത് സംസാരിച്ചു. And in a response to what Eve is saying, the word of God says he added some words to what God had said. ഹവ്വയുടെ മറുപടി ദൈവം പറയാത്ത കാര്യങ്ങളായിരുന്നു. There was a response that Eve gave that were not part of what God had told her. വീഴ്ച തുടങ്ങുന്നത് വചനത്തോട് കൂട്ടുചേർക്കുമ്പോഴാണ്. Therefore the fall begins when you add things to the word of God. വചനം പറയാത്തത് പറയുമ്പോൾ വീഴ്ച തുടങ്ങി. When you add things to the word of God, your fall has begun. അപ്പോൾ സാത്താൻ സംശയം ഉണ്ടാക്കുകയാണ്. And so Satan is creating doubt. അപ്പോൾ ദൈവം വാസ്തവമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? Did he really say so? ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? Did he really command you so? പിന്നെ ദൈവവചനത്തെ നേരെ എതിർക്കുകയാണ്. അത് തിന്നാ നിങ്ങൾ മരിക്കത്തൊന്നുമില്ല എന്ന്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ എന്താണ്? മരിക്കും. പക്ഷെ സാത്താൻ പറയുകയാണ് എന്തില്ല, മരിക്കില്ല. അപ്പം ദൈവത്തിന്റെ വചനത്തിന് നേരെ എതിരാ സാത്താൻ പറയുന്നത്. And now he completely contradicts what God has said. God said you will die, but Satan says you will surely not die. ദൈവത്തിന്റെ വചനം സത്യം നമുക്ക് ജീവനെ കൊണ്ടുതരികയാണ്. And therefore the word of God is truth that brings unto us life. പിശാചിന്റെ നുണകൾ മരണത്തെ കൊണ്ടുവരികയാണ്. As similarly the lies of Satan will bring forth death. സഭയ്ക്കെതിരെ പിശാചിന്റെ നുണകൾ. There are lies against the church. ദൈവദാസന്മാർക്കെതിരെയുള്ള നുണകൾ. Lies against the men of God. ദൈവസഭയുടെ പണിക്കെതിരെയുള്ള നുണകൾ. Lies against the building of the church. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയണം. And therefore tonight the people of God must discern. എന്തൊക്കെയാണ് പിശാചിന്റെ നുണകൾ? What are the lies of Satan? നിങ്ങളുടെ മനസ്സിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? How will he capture your mind? പിശാചിന്റെ നുണകളെ തിരിച്ചറിയുക. Discern the lies of the enemy. പിശാചിന്റെ നുണകളെ തിരിച്ചറിയുക. Discern the lies of Satan. Praise the Lord. Hallelujah. 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 The truth of the God brings us life and the lies of the devil brings us death. ദൈവത്തിന്റെ സത്യം നമുക്ക് ജീവനെ നൽകുന്നതും പിശാചിന്റെ നുണകൾ നമുക്ക് മരണത്തെ നൽകുന്നതുമായിരിക്കുന്നു. നാം ദൈവത്തിന്റെ സത്യത്താലാണോ പിടിക്കപ്പെട്ടിരിക്കുന്നത് അതോ പിശാചിന്റെ നുണകളാലാണോ? Are we captivated by the truth of God or by the lies of Satan? Praise God. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 44-ാമത്തെ തിരുവചനം എന്നാ അവിടെ പറയുന്നത് അറിയാമോ? നിങ്ങൾക്ക് വായിക്കാമോ? The Gospel of John chapter 8 and verse 44. അവൻ നുണയനാണ്, നുണയന്റെ
അപ്പനാണ്. Praise God. He is Hallelujah. both a liar and the father of all lies. Praise God. Amen. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവജനമേ നിങ്ങളുടെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നു? Therefore tonight the people of God, how are your minds tonight? ഹല്ലേലൂയ. പിശാചിന്റെ നുണകൾക്ക് നിങ്ങളുടെ ബുദ്ധി വിട്ടുകൊടുത്തിട്ടുണ്ടോ? Have you compromised your intellect and your knowledge to the lies of Satan? അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ When the apostle Paul was writing the letter to the Romans, ആ കാലത്ത് വ്യാപാരമൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. in those times there was a great amount of trading going on. അങ്ങനെ രാജ്യമെങ്ങും വലിയ റോഡുകൾ ഉണ്ടാക്കി. And so because of commerce they were able to build great roads. അവർക്ക് അന്ന് പുതിയ വഴി ഉണ്ടായി. അന്ന് വലിയ Then പുതിയ they വഴി. created new ways. അവിടെ അവര് ന്യൂറോ ആ കാലത്ത് പട്രോളിംഗ് ഏർപ്പെടുത്തി. Nero the emperor was able to create some patrolling. ആ റോഡ് ഉപയോഗിച്ച് ന്യൂറോ വേറെ ലക്ഷ്യത്തിൽ വ്യാപാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ റോഡുകളാണ്. ആ റോഡ് ഉപയോഗിച്ച് അപ്പോസ്തലനായ പൗലോസ് And building these roads for the purpose of commerce, we read that apostle Paul was using these roads 15 വർഷം 30,000 കിലോമീറ്റർ സഞ്ചരിച്ച് and traveled more than 30,000 kilometers over a span of 15 years. എല്ലായിടത്തും സുവിശേഷം കൊണ്ട് നിറച്ചിട്ട് And he filled every place with the gospel. റോമിൽ നിന്ന് സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. He desired to go from Rome to Spain. അന്നുണ്ടായിരുന്ന പുതിയ റോഡ്, Now there was a new road at that point. അത് സുവിശേഷത്തിന് വേണ്ടി പൗലോസ് ഉപയോഗിച്ചു. And he began to use that road for the gospel. ഇന്നത്തെ പുതിയ റോഡ്, പുതിയ വഴി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയാണ്. Today the new road that you have received is social ഈ media. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ വഴികൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. And we need to use these new roads for the gospelization and for the kingdom of God. ഇന്നുണ്ടായിരിക്കുന്ന ഈ പുതിയ റോഡ്, And these roads of today, ഇന്നുണ്ടായിരിക്കുന്ന ഈ പുതിയ വഴി, these new ways of today, ഇന്ന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നേ? what are we using those for? ആ പൗലോസിന് അന്ന് കിട്ടിയ പുതിയ അന്ന് സുവിശേഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ റോഡൊന്നുമല്ല. Those were not roads built for God, the അതന്ന് gospel. വ്യാപാരത്തിന് വേണ്ടി അവരുണ്ടാക്കിയതാണ്. They had built those roads for commerce or ആ trading. റോഡുകളിലൂടെ തന്നെയാണ് സുവിശേഷ സഞ്ചാരം നടത്തിയത്. But it was through those very roads that he ഇന്ന് proclaimed the നമുക്ക് gospel. ലഭിച്ചിരിക്കുന്ന പുതിയ വഴികളിലൂടെ And now through the new ways that we ആ have പുതിയ been വഴി given, സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. let us use those new ways for the ആ വഴി gospel. നീ സുവിശേഷത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കരുത്. Do not use the new ways to destroy the അത് നീ gospel. പിശാചിന് വേണ്ടി ഉപയോഗിക്കരുത്. Do not use this for the അത് enemy. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. Use it for the kingdom of അത് God. ദൈവസഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. Use it for the church of God. ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. Use it for the truth of God. അപ്പൊ പിശാചിന്റെ ഉന്നം മനസ്സ്, And so Satan's target is your mind. പിശാചിന്റെ ആയുധം Satan's weapons are നുണകളാണ്. lies. അപ്പൊ അടുത്ത നമ്മൾ എന്നാ പറയണ്ടേ? Then what is the next component? പർപ്പസ്, അവന്റെ ഉദ്ദേശ്യം. His purpose. മലയാളത്തിൽ ഉദ്ദേശം എന്നല്ല പറഞ്ഞത്, ഉദ്ദേശ്യമാണ്. ഉദ്ദേശം ഏകദേശമാണ്. അത് പറയണമെന്നില്ല. അപ്പം അവന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്നാ പറയാൻ പറ്റും? So what do you think is purpose? What do you think purpose is? Amen. 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 Praise God. Praise God. ദൈവത്തിന്റെ വില്ലിനെ കുറിച്ച് അജ്ഞരാക്കുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. The purpose of God is for us to be in total alignment with the will of God. പിശാചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വില്ലിനെ നമ്മൾ അറിയാതിരിക്കുക എന്നുള്ളതാണ്. And Satan's purpose is that you be unaware of the will of God. അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, And so that's why the apostle Paul writes to us in the book of Corinthians. ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ മനസ്സിനെ അന്ധമാക്കി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. He writes that the prince of this age has blinded their eyes. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതം കാണരുതെന്ന് പിശാച് ആഗ്രഹിച്ച് മനസ്സിനെ അന്ധമാക്കുകയാണ്. And the enemy has blinded our eyes so that we would not understand or discern the will and purpose of God. ദൈവത്തിന്റെ ഹിതത്തെ കാണിക്കാതിരിക്കുകയാണ്. To keep the will of God from being seen by you. ഹിതത്തെ മറയ്ക്കുകയാണ്. He is trying to hide the will of God. ഇപ്പോ ഹവ്വ കാണുന്നത് ഹിതമല്ല, പഴമാണ്. Now Eve is not seeing the will of God, she sees the fruit on the പലരും tree. ഹിതം കാണാതെ പഴം കണ്ടോണ്ടിരിക്കുക. She is not seeing the will, she is seeing the fruit. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതത്തെ
ഹിതത്തെ മറയ്ക്കുകയാണ് പിശാചിന്റെ ലക്ഷ്യം. And the goal of Satan is to hide the will of God. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് മനുഷ്യനെ കുറിച്ച്? So what is the will of God concerning man? ഹവ്വായെയും ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശ്യം ഹല്ലേലൂയ എന്താണ്? What was the purpose of God in creating Adam and ആ Eve? ഹല്ലേലൂയ, ഇന്ന് പകൽ ഒരു കാര്യം രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തികവിൽ നമ്മെ കുറിച്ച് ധാരാളം പദ്ധതികളുണ്ട്. Tonight you all need to understand, in the fullness of God's love for you, He has plentiful purposes for your life. Praise God. Hallelujah. ദൈവത്തിന്റെ ആ പദ്ധതി ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുമ്പോ ഇപ്പം പഴം കണ്ട് ഹവ്വായ്ക്ക് ആ പദ്ധതി മാറിപ്പോകുകയാണ്. And now, having been revealed her purpose, she is now losing track of it, looking at the fruit. ഇവര് ദൈവമാകാൻ ശ്രമിക്കുകയാണ്. And they are also seeking to become like God. ഇവര് ദൈവമാകാൻ തുടങ്ങിയപ്പോ സ്വർഗം പദ്ധതി മാറ്റി, സ്വർഗം മനുഷ്യനാകാൻ പദ്ധതി കിട്ടു. And when they tried to become God, heaven changed its plans and God became man. Praise the Lord. Hallelujah. ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? Can you praise Him this ദൈവമേ, evening? നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ നമ്മൾ തിരിച്ചറിയണം. We need to understand the greatness of our നമ്മുടെ ദൈവം God. ആരാണെന്ന് നമുക്കൊരു ബോധ്യം വേണം. We need to have a clear understanding of who our ഹല്ലേലൂയ. God ദൈവത്തോട് is. കളിക്കാൻ നിൽക്കല്ലേ. Do not try to play with God. Hallelujah. We need to have a high understanding of who our God is. We need to know and discern who our God is. അതുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ വേണം ദൈവജനം ജീവിക്കാൻ. We need an utmost discernment of who our God is as we live our ദൈവത്തിന്റെ lives. വലിപ്പം അറിയാൻ സങ്കീർത്തനക്കാരൻ 19-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. The Bible says in Psalm 19, the heavens declare the glory of God and the firmament shows His handiwork. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം അറിയാൻ നമുക്ക് ഈ ഒന്നും വേണ്ട, വെളിയിലോട്ട് ഇറങ്ങി ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ മതി. You don't need to do anything else to know the greatness of God. Just go out and look at the sky. അല്ലെ, നമ്മളെ നോക്കിയാൽ മതി. Or look at yourself. 240 കിലോമീറ്റർ സ്പീഡിൽ നിർത്താതെ 16 ദിവസം വേണം ഒരു ജെറ്റ് ഇവിടെ നിന്ന് വിട്ടാൽ അങ്ങ് ചന്ദ്രനിൽ ചെല്ലാൻ. For a jet to go from here to moon at a speed of 240 kilometers an hour, it will take 16 and a half days to reach ചന്ദ്രൻ. to reach the moon. Praise the Lord. ഒരു സ്തോത്രം പറഞ്ഞു. Hallelujah. 1000 കിലോമീറ്റർ സ്പീഡിൽ ആ ജെറ്റ് പോയാൽ 16 വർഷം എടുക്കും പകല് വെളിച്ചം തരുന്ന സൂര്യനിലെത്താൻ. If it travels at a speed of 1000 kilometers an hour, it will take 16 years to get to the sun. അതേ ജെറ്റ് തന്നെ ഫ്യൂവൽ നിറച്ച് നിർത്താതെ 7000 വർഷം ഓടിയാലേ പ്ലൂട്ടോയിൽ ചെല്ലത്തുള്ളൂ. And without any fuel recharging, without any stops, if that jet travels, it will get to Pluto after several years. ഈ മഹാപ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരുവൻ നിൽപ്പുണ്ട്. And now behind this great universe is one person. അതുകൊണ്ട് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, ന്യായവിധി, അതിന്റെ ആഴമേ. That is why Paul exclaims and says, the greatness of God, the knowledge of God, and the magnitude of God, who can comprehend? ഒരുത്തനൊരു ചോദ്യം ചോദിച്ചു, നിന്റെ ദൈവം ആരാണ്? And so one person asked the question, who is your ഇത് God? ചോദിച്ച ഫറവോനെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ ദൈവത്തിന്റെ ന്യായവിധി. The rulership and the judgment of God on Pharaoh, who asked this question as he drowned in the Red എന്റെ കയ്യിൽ Sea. നിന്ന് വിടുവിക്കുന്ന ദേവൻ ആരാണ് എന്ന് ചോദിച്ചവനെ കാളയെ പുല്ല് തീറ്റിക്കുന്ന പോലെ തീറ്റിച്ച ദൈവത്തിന്റെ കരം. And this is the hand of God that brought an emperor to eat grass when he asked, who can deliver me from my അടുത്ത ഒരു hand? വർഷത്തേക്ക് എന്നോട് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ ദരിയാവേശിനെ വെട്ടിയ ദൈവത്തിന്റെ കരം. This is the same hand of God that cut down to size an emperor who commanded, you can only bow down to me. ആരാധനയ്ക്ക് വന്നപ്പോ സ്തോത്ര കാഴ്ച വെട്ടിച്ച അനന്യാസിനെയും സഫീറയും കൈകാര്യം ചെയ്ത ദൈവത്തിന്റെ കരം. This is the hand of God that handled Ananias and Sapphira who tried to rob the tithes and offerings of the Lord. ഇട്ടിട്ട് പോയേക്കാമെന്ന് കരുതിയവരെ തീക്കകത്ത് വിഴുങ്ങിക്കളഞ്ഞ ദൈവത്തിന്റെ ന്യായവിധി. This is the judgment of God that devoured the very people that threw His children into the fire. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയണം. You need to know the magnitude of your God. എന്റെ ദൈവം ആരാന്ന് തിരിച്ചറിയണം. You need to know who my God ഹല്ലേലൂയ. is. ആ ഭയത്തോടെ വേണം ദൈവസന്നിധി വരാൻ. And with great reverence must you enter in that അവൻ തന്റെ presence. ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി. He has given us His blood. വേർപാടിന്റെ നടുചുവരിനെ ഇടിച്ചു കളഞ്ഞു. He has broken down every. ഇരുപക്ഷത്തെയും ഒന്നാക്കി. And He has brought both sides അവൻ one. നമ്മോടുള്ള സ്നേഹം
സ്നേഹത്തെ വെളിപ്പെടുത്തി. And he revealed his love അതുകൊണ്ട് towards ദൈവത്തിന്റെ us. വചനം എഴുതി. And therefore the word is written തൽസമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് that we may receive grace ഓ at the right ധൈര്യത്തോടെ time. അവന്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാ. You must approach the throne of ഓ grace with ജീവനുള്ള പുതുവഴി അവൻ boldness. നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. And he has shed his blood that we may have ഓ that അവന്റെ boldness. സ്നേഹത്തിന്റെ ആഴമാണ്. This is the depth of his love for ഓ you. നമ്മെ കുറിച്ച് അവന് വലിയ പദ്ധതിയുണ്ട്. He has a great purpose regarding ഹല്ലേലൂയ. us. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവന്റെ സ്നേഹത്തിന്റെ തികവിൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ധാരാളം പദ്ധതികളുണ്ട്. And in the fullness of his love for us, he has plentiful purposes concerning me and you. ഹല്ലേലൂയ. Hallelujah. അത് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഹല്ലേലൂയ ഇതിനൊക്കെ ശ്രമിക്കുന്നത്. And that is why the enemy is striving so hard to keep you from seeing all of this. നാം എന്താണ് നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ? And so what is the solution that we have in this? നമുക്ക് എന്താ ഉപാധിയാണുള്ളത്? What solution do we have in this? അവൻ ഉന്നം വെച്ചു. He set a target. അവന് ഒരു ഉപകരണം കൊണ്ടുവന്നു. He brought a weapon. അവനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. And he had a specific purpose. നമുക്കുള്ള ഉപാധി എന്താണ്? So what is our solution? നമുക്കൊരൊറ്റ ഒരു ഉപാധിയേ ഉള്ളൂ. We have only one solution. നമുക്ക് ഒരൊറ്റ ഉപാധിയേ ഉള്ളൂ. We have only one solution. നമ്മൾ എന്ത് വെച്ചാണ് ഇതിനെ എതിർക്കേണ്ടത്? How can we confront or come നമുക്ക് against ദൈവത്തിന്റെ this? വചനമാണ് നമുക്കുള്ള ഉപാധി. We have only one ഈ solution, that is the ദൈവത്തിന്റെ word of God. ദൈവത്തിന്റെ വചനമാണ് നമുക്കുള്ള ഉപാധി. This word is the solution that we have. ഓ എന്നെ കർത്താവ് സ്നാനപ്പെടുമ്പോ As my Lord was being baptized, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. there was a sound from heaven. ഇവൻ എന്റെ പുത്രൻ, He is my beloved son. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. And the Holy Spirit descended. അത് കഴിഞ്ഞ് 40 ദിവസം ഉപവസിച്ചു എന്റെ കർത്താവ്. And for this, after that, he fasted for 40 days. അത് കഴിഞ്ഞപ്പോഴത്തേന് പിശാച് എന്റെ കർത്താവിന്റെ അടുക്കൽ വന്നു. And after that, the enemy came approaching Jesus. ആ യേശു കർത്താവ് തിരുവചനത്തെ ഉപയോഗിച്ചാണ് പിശാചിനെ നേരിട്ടത്. And our Lord Jesus confronted and fought the enemy using the written word. എന്റെ കർത്താവിന് ഈ തിരുവചനം ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് എത്രയധികം ഉപയോഗിക്കണം? If the Lord had to use the word of God to fight the enemy, how much more do we need നമ്മൾ to do so? എത്രയധികം എഴുതപ്പെട്ട ഈ തിരുവചനത്തിൽ ആശ്രയിക്കണം. How much more do we need to take refuge in the written word of God? ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത് എഴുതപ്പെട്ട വചനമാണ്. What we have received in our hands is the written word of God. നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നത് ജഡമെടുത്ത വചനമാണ്. What came down among us is word that became flesh. ഇൻകാർണേറ്റഡ് വേർഡ് ഓഫ് ഗോഡ് ആണ് നമ്മുടെ നടുവിൽ വന്നത്. റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. It was the incarnated word of God that came down and the written word of God in our hands today. ഇത്രയധികം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. We have received so much. ഓ ഇന്ന് പകലിൽ പോരാട്ടമുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് മുറുകെ പിടിക്കാൻ ദൈവത്തിന്റെ വചനത്തെ തന്നിരിക്കുകയാണ്. When you are going through your trials and tribulations, you have one thing that you can hold on to, the written word of God. ഈ പിശാചിനെ എതിർക്കാൻ നിനക്ക് വചനത്തെ തന്നിരിക്കുകയാണ്. He has given you the word to oppose your enemy. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും പറയുന്നതും മസ്റ്റാണ്. Therefore, reading, meditating and declaring the word is a must in your life. ആത്മാവിനെ ശക്തമായി നിർബന്ധിക്കുന്നു ഇവിടെ പറയാം. And tonight the Holy Spirit is urging me and compelling me tonight. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ഹൃദയത്തിനകത്ത് നിറയ്ക്കുക. The Lord is telling you, fill your hearts with the word of നിങ്ങളുടെ God. വചനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം പുറത്തു വരട്ടെ. Out of your mouth let the word of God come ആ forth. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ള ഈ വചനം, The word of God sweeter than honey and the honeycomb. പാറയെ തകർക്കുന്ന ഗൂഢമായ വചനം, The word of God powerful to shatter rocks. ഹല്ലേലൂയ. Hallelujah. അത് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. Let that come out of your mouths tonight. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ അറിയുക. And so know the Lord. അതുകൊണ്ട് യോഹന്നാൻ ഇങ്ങനെ എഴുതി, And therefore the apostle John writes, നമ്മോടൊപ്പമുള്ളവൻ ഈ ലോകത്തെക്കാൾ വലിയവനാണ്. the one that is with us is greater than the one against us. നമ്മോടൊപ്പമുള്ളവൻ ഈ ലോകത്തെക്കാൾ The വലിയവനാണ്. one that is in us is greater than the world. ഹല്ലേലൂയ. Amen. എന്നോടൊപ്പം ഒരുവൻ നിൽക്കുന്നുണ്ട്. There is one that stands with me. എന്നോടൊപ്പം ഒരുവൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു. I see one that stands ഓ with ഈ me. മഹാപ്രപഞ്ചത്തിന്റെ പുറകിൽ ചലിച്ചവൻ, The one that was moving behind ഓ the universe. സകലത്തെയും ചമച്ചവൻ, The one that created all അവൻ things. എന്നോടൊപ്പം നിൽക്കുകയാണ്. He stands with me. അവൻ എനിക്ക് വേണ്ടി നിൽക്കുകയാണ്. He stands for me. അവൻ എനിക്ക് വേണ്ടി ചലിക്കുകയാണ്. He is moving on behalf ഇന്ന് of രാത്രി me. ദൈവകുഞ്ഞേ, Child of God, ഈ this evening, സർവശക്തനായ ദൈവം this almighty അവൻ God, നമുക്ക്
that stands for അവൻ നമുക്ക് us. വേണ്ടി ചലിക്കുന്നവനാണ്. He works on behalf അവൻ of നമുക്ക് us. വേണ്ടി സംസാരിക്കുന്നവനാണ്. He speaks on അവൻ behalf of നമുക്ക് വേണ്ടി us. ഇറങ്ങി വരുന്നവനാണ്. He comes down for അവൻ us. കാരാഗൃഹത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. He is one that അവൻ walks in the സിംഹക്കുഴിയിൽ prison, പ്രവർത്തിക്കുന്നവനാണ്. working in the den നിന്റെ of the ജീവിതത്തിന്റെ lions. ഏത് സാഹചര്യത്തിലും In പ്രവർത്തിക്കുന്നവനാണ്. every situation of your life, He ഇന്ന് works. രാത്രികാലം കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. Can you give Him glory this റവനഹതൽ evening? പ്രവാദിയാനഹസ്യാതന. രക്തത്താലും We വചനത്താലും ജയമെടുക്കുകയാണ്. take victory by the നിന്നോടൊപ്പം blood and the നിൽക്കുന്ന word. ദൈവത്തിന്റെ വലിപ്പം അറിയുക. Know the greatness of your God this evening. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ദൈവത്തെ I സ്തുതിക്കുകയാണ്. praise the Lord. ആമേൻ. Amen. രണ്ടാമത്തെ വ്യക്തി Second individual. നമുക്ക് പറയാൻ ഏറ്റവും താല്പര്യമുള്ളത് പിശാച് വന്ന വ്യക്തി ഇയ്യോബാണ് അല്ലേ? We love to talk about Job, who was confronted by Satan. ഇരുന്നിരുപ്പി പെട്ടെന്നൊരു കാറ്റ്. And suddenly there was a wind. അപ്പോൾ ഇയ്യോബ് പറഞ്ഞു. At that time Job said. ഇയ്യോബ് പരിഭവമൊന്നും പറഞ്ഞില്ല. ഇയ്യോബ് പറഞ്ഞ മൂന്ന് കാര്യം 22 23 വാക്യങ്ങളാണ്. We see in verse 27 and 21 and 22 he speaks of certain woes. ഇയ്യോബ് പറയുകയാണ് 21 22 വാക്യങ്ങൾ, blessed be the name of the Lord. He says, blessed be the name of the Lord in verse 21 and 22. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. May the name of the Lord be glorified. കർത്താവ് ഇത് പറയാൻ പിന്നെ എന്നെ നിർബന്ധിക്കുന്നു. The Lord is again compelling me to say this. Blessed be the name of the Lord. Blessed be the name of the Lord. എല്ലാം പോയി. Everything is gone. എന്നാ കർത്താവിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. But may the name of the Lord be glorified. നിങ്ങളൊന്ന് നോക്കിക്കേ, 10,000 ദൂതന്മാർ ക്ലോസിൽ നിന്ന് വാച്ച് ചെയ്യുകയാണ്. I want you to notice that there are thousands of angels closely watching. കാരണം പിശാച് സാത്താൻ നേരിട്ട് സ്വർഗ്ഗത്തിൽ ചെന്ന് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പരിപാടിയാ. This is a perfectly planned and executed work of the enemy before the Lord. Hallelujah. Amen. എല്ലാവരും ഹല്ലേലൂയ പറയാം. Hallelujah. Praise the Lord. Hallelujah. ക്രൂശിൽ വെച്ച് ആണി അടിച്ചപ്പോൾ യേശുവിന്റെ റെസ്പോൺസ് പിതാവേ ഇവരോട് ക്ഷമിക്കണമെന്നായിരുന്നു. When Jesus was nailed to the cross, his response was, Lord, forgive them. ഏഞ്ചലിക് വേൾഡ് മുഴുവനും അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And the angelic world was watching. അപ്പം നിന്റെ കഷ്ടതയിൽ നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. It is a thing of great importance how you respond in your suffering. ഇയ്യോബിന് ഇത്രയും വലിയ പ്രയാസം വന്നപ്പോഴും ഇയ്യോബ് പറയുകയാണ് കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. And despite his great suffering, Job says, blessed be the name of the Lord. യേശു കർത്താവിനെ ക്രൂശിൽ ആണി അടിച്ചപ്പോഴും കർത്താവ് പറയാണ് ഇവരോട് ക്ഷമിക്കണമേ. And even when Jesus was nailed to the cross, he exclaimed, forgive them. അപ്പം നിന്റെ കഷ്ടം നീ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? So how do you respond in your suffering? നീ വെറുക്കുകയാണോ? Are you grumbling? അതോ ദൈവത്തെ സ്തുതിക്കുകയാണോ? Or are you praising him? ഹല്ലേലൂയ. Amen. അപ്പോസ്തലനായ പൗലോസ് എഫെസോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 3-ാം അധ്യായം 10-ാം വാക്യം, ഞാനത് വിവരിക്കുന്നില്ല, എങ്കിലും ദൂതന്മാരൊക്കെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. We read in Ephesians chapter 3 and verse 10, though I'm not getting into it, the angelic world was watching on. Praise the Lord. നിങ്ങൾ നോക്കിക്കേ, അപ്പൊ സാത്താൻ ഇയ്യോബിനോട് അടുത്തപ്പോൾ നമ്മുടെ ഫോർമുല 4 കാര്യം നമ്മൾ പറഞ്ഞു. സാത്താൻ ഇയ്യോബിനോട് അടുത്തപ്പോൾ അവന്റെ എനിക്കറിയാം ഉന്നം Satan's target. സാത്താൻ ഇയ്യോബിനോട് അടുത്തപ്പോൾ When Satan came near Job, എന്താണ് അവന്റെ ഉന്നം? what was his target? എന്താണ് അവന്റെ ഉന്നം? What was his target? നിങ്ങൾ എന്നാ പറയുന്നു? What do you say? എന്താണ് അവന്റെ ടാർഗറ്റ്? What was Satan's target? ഹവ്വായുടെ അടുത്തപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. I told you about what all the നിങ്ങൾ വചനം അറിയാവുന്ന ദൈവകുഞ്ഞുങ്ങളാണ്. Now you are able to answer me. അപ്പൊ പറഞ്ഞേ, ദൈവത്തെ തള്ളി പറയുക. അവന്റെ ഉന്നം എന്താണ്? അവന്റെ ടാർഗറ്റ് എന്താണ്? What was Satan's target? ഹവ്വായുടെ അടുത്ത് മനസ്സും കൊണ്ടാ വന്നേ. ആ സെയിം മനസ്സുകൊണ്ടല്ല ഇയ്യോബിന്റെ അടുത്ത് വന്നേ. The target on Eve was her mind. What was the target on Job? ഡോക്ടറാണോ? ഈ ഡോക്ടറുടെ അടുത്ത് വരുന്ന പോലെയല്ല ഈ നേഴ്സിന്റെ അടുത്ത് വരുന്നേ. You don't come to a doctor the way you come to a ഞാൻ nurse. നേഴ്സൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഓരോരുത്തരുടെ അടുത്തും അവൻ ഓരോ തന്ത്രം കൊണ്ടാ വരുന്നത്. Satan approaches each individual with different അതാ നമുക്ക് tactics. പറ്റിപ്പോയ പ്രശ്നം. So our problem, സാത്താൻ ഇയ്യോബിനോട് അടുത്തപ്പോൾ അവന്റെ ടാർഗറ്റ് കുഞ്ഞ ശരീരമായിരുന്നു. Satan's target as he approached Job was his body. എന്തുകൊണ്ടാ ശരീരത്തെ ടാർഗറ്റ് ചെയ്തത്? And why did Satan target his body? എന്തുകൊണ്ടാ ഇവൻ ശരീരം? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടേ? Are you all with me? സ്തോത്രം. അടുത്തേക്ക് നാളിനെ തൊട്ടിട്ട് ചോദിച്ചേ, എന്തുകൊണ്ടാ ശരീരത്തെ ടാർഗറ്റ് ചെയ്തേ? Tap the person next to you and ask that person, why did Satan target his body? ചോദിച്ചോ. Ask them. Praise the Lord. Why did he Praise the target Lord. the body?
എന്തുകൊണ്ടാ ശരീരത്തെ ടാർഗറ്റ് ചെയ്തേ? Why did he target the body? Because our body is the temple of God. കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായിരിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-ാം തിരുവചനം, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വചനം 17. So 1 Corinthians chapter 6 and verse 10, 1 Corinthians chapter 3 and verse 17. Your body is a temple of God. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. Your body is the temple of God. റോമാലേഖനം 6 വചനം 13 പറയുന്നു നിങ്ങളുടെ ശരീരം നീതിയുടെ ആയുധമാണ്. We read in Romans chapter 6 and verse 12 that your body is a weapon, an instrument of righteousness. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ നിക്ഷേപശാലയാണ്. It also shows that your body is the definite dwelling place of God. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞുതരാം. നമ്മുടെ ശരീരം എന്താണ്? The temple of God, ആലയമാണ്. Our body is the temple of God. 2 കൊരിന്ത്യർ 4:7 പറയുന്നു. 2 Corinthians 4 verse number 7 പറയുന്നു it's a treasury of God. We see in chapter 4 and verse 7. ദൈവത്തിന്റെ നിധി നിക്ഷേപശാലയാണ്, ഭണ്ഡാരമാണ്. We are the treasury or the treasury vessels of God. Hallelujah. Amen. അപ്പോൾ നമ്മുടെ ഈ ശരീരം, നിങ്ങൾ ഈ ശരീരത്തോടെ നോക്കിയിട്ട് നമ്മൾ ചൊറിയുന്ന, വേദന എടുക്കുന്ന, നമ്മള് ഒന്നിനും കൊള്ളാത്ത നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ നിധി നിക്ഷേപശാലയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 6:13 പറയുന്നു ടൂൾ ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ ഉപകരണമാണ്. We read that our body, which might be weak and broken, is the temple of God, is the treasure house of God, as well as a tool of God. Praise the Lord. Amen. അപ്പം ഹവ്വായുടെ അടുത്ത് പ്രയോഗിച്ച, ഹവ്വായുടെ അടുത്ത് മനസ്സിനെയാ ക്യാപ്ചർ ചെയ്യാൻ നോക്കി. And so Satan sought to യോബിന്റെ അടുത്ത് see വന്നപ്പോൾ her mind. സ്ട്രാറ്റജി മാറി. But when he came to Job, the strategy was different. Praise God. Amen. ഇവന്റെ സ്ട്രാറ്റജി ഇവൻ ചേഞ്ച് ചെയ്താ വരുന്നേ. He comes with a different അതുകൊണ്ടാ പറഞ്ഞ strategy. സാത്താൻ നിങ്ങളെ വഞ്ചിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. Lest you be taken advantage of by Satan, that you should not be ignorant of his അപ്പൊ tactics. ഒരാളടുത്ത് വരുന്ന രീതിയിലല്ല മറ്റൊരാളടുത്ത് വരുന്നേ. He doesn't come to one person with the same strategy that he നോക്കിക്കേ, ഇവിടെ approaches another. ശരീരത്തെ ഉന്നം വെക്കുകയാണ്. And now he targets this person's body. ഇവിടെ നമ്മുടെ രൂഫസിന്റെ അടുത്ത് വരുന്നത് പോലെ അല്ല സ്റ്റെബിന്റെ അടുത്ത് വരുന്നത്. He doesn't come to Rufus the way he comes to Stephen. Praise the Lord. Amen. അപ്പൊ സാത്താൻ നമ്മളെ എന്ത് ചെയ്യരുത്? And so what should Satan not സാത്താൻ do? നമ്മളെ വഞ്ചിക്കരുത്. He must not deceive us. അവനെ നമ്മെ വഞ്ചിക്കരുത്. He must not deceive us. Praise the Lord. Amen. Hallelujah. Hallelujah. അപ്പൊ നോക്ക്, അപ്പൊ അവന്റെ എയിം, ടാർഗറ്റ് എന്ന് പറയുന്നത് ശരീരമായിരുന്നു. അപ്പൊ അവന്റെ വെപ്പൺ എന്തായിരുന്നു? So his target was the body of Job. What was his weapon then? പറ, എന്താണ് അവന്റെ വെപ്പൺ? ഞാൻ നിങ്ങളോട് ദൂതൊക്കെ പറയാം, നിങ്ങൾ ആദ്യം വചനമൊന്ന് കേക്ക്, ഒന്ന് പറ. Come into the word of God with me. Praise God. Amen. Praise God. Sickness. സഫറിംഗ് ആണ്, It was suffering. കഷ്ടതയാണ്. It was suffering. Hallelujah. കഷ്ടത അല്ലേ? കഷ്ടത കൊടുക്കുക. It was pain and suffering. Praise God. എന്തിനാ ഈ കഷ്ടത കൊടുക്കുന്നേ? അതിന്റെ ഉദ്ദേശം എന്താണ്? So what is the purpose behind this suffering? എന്താണ്? നമുക്ക് എന്താ തോന്നുന്നു? നിങ്ങൾ എന്നോടൊപ്പം വാ. അവനെ എന്ത് ചെയ്യണം? ഇംപേഷ്യന്റ് ആക്കണം. He wants to make him impatient. Praise God. അവനെ അക്ഷമനാക്കുകയാണ് ഉദ്ദേശം. And to make him impatient is the goal. ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്നത്, അല്ലെ അവനെ അങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് അവനെ അക്ഷമനാക്കാൻ വേണ്ടിയാണ്. This sickness and the suffering is being sent to make him impatient towards God. Hallelujah. പിശാചിന് he want to make him impatient. Satan wanted to make him impatient. അവനെ അക്ഷമനാക്കണം. He wants to make him impatient. 42 അധ്യായമാണ് യോബിന്റെ പുസ്തകം. In the book of Job we have 42 chapters. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് Even after such a big incident, പുതിയ നിയമത്തിൽ ഒരൊറ്റ കൊട്ടേഷനേ ഉള്ളൂ. there is only one quotation in the New Testament. പുതിയ നിയമത്തിൽ ഒരൊറ്റ കൊട്ടേഷനേ ഉള്ളൂ. Only one reference in the New അതെവിടെയാണെന്നറിയോ? Testament. Do you know where that is? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്. In the book of James chapter 5 and verse 11. ഇവിടെ യോബിന്റെ കഷ്ടതയെ പറ്റി പറയുന്നില്ല. It is not mentioning the suffering of അവിടെ Job. പറയുന്നത് യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ചാണ്.
കുറിച്ചാണ്. But it talks about his perseverance or patience. Hallelujah. Hallelujah. ഇത്രയും വലിയൊരു ഇവന്റ് ഉണ്ടായിട്ട്, Despite such a big incident, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് such a big incident has taken ഒരൊറ്റ place. വാക്ക് പോലും റെക്കോർഡ് ചെയ്തില്ല. Oh, not a single word about the പക്ഷേ അവന്റെ suffering. സഹിഷ്ണുതയെ കുറിച്ച് ആത്മാവ് എഴുതി. But now a New Testament word on his perseverance is written. അവന്റെ സഹിഷ്ണുതയെ കുറിച്ച് എഴുതി. About his perseverance it is written. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for those of you that discerned that this evening. ഹല്ലേലൂയ. Hallelujah. ഇനി രണ്ട് തരത്തിലുള്ള സഫറിംഗ് ഉണ്ട്, അതറിയണം. Now there are two types of suffering. Two kinds of sufferings. Two types of sufferings. ഹല്ലേലൂയ. ഒന്ന് തിരുത്താനുള്ള കഷ്ടതയുണ്ട്. One is a suffering meant to teach or correct. രണ്ട് തികയ്ക്കാനുള്ള കഷ്ടതയുണ്ട്. Secondly, something that brings it to fulfillment. നമ്മെ തിരുത്താനാണ്. Some things are to correct us. ചിലത് നമ്മെ തികയ്ക്കാനാണ്. And some things are to complete us or to bring us to fulfillment. To make us perfect. To make us perfect. അപ്പൊ ഒന്ന് നമ്മളെ തികയ്ക്കാനാണ്. One is to perfect us. ഒന്ന് നമ്മളെ തിരുത്താനാണ്. The other is to correct us. Praise the Lord. Amen. നിങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട്, കൈ ഒന്ന് ഉയർത്തി ഒരു സ്വന്തം. If you're joyful, can you lift your hands and praise the Lord? അപ്പൊ യോനയുടെ കപ്പലിൽ കാറ്റടിച്ചു. And there was a wind that was striking the boat of John. തിരുത്താന്. That was to correct. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. And the Lord said to the disciples, let us go across the അവര് shore. പോയപ്പോ കാറ്റടിച്ചു. When they went, there was a wind. പറയാതെ പോയ യോനയ്ക്ക് കാറ്റടിച്ചു, പറഞ്ഞിട്ട് പോയ ശിഷ്യന്മാർക്ക് കാറ്റടിച്ചു. And the one that left without any word, which was Jonah, there was a wind. And the disciples that left with notice also had the അപ്പൊ wind. പറയാതെ പോയവർക്കും അടിച്ചു, പറഞ്ഞിട്ട് പോയവർക്കും അടിച്ചു. The one that had given notice also had the wind, and the ones without notice had the wind. ഒന്ന് പെർഫെക്റ്റ് ആക്കാനാ, തിരുത്താനാണ്. One was to correct. ഹല്ലേലൂയ. ഒന്ന് എന്തിനാ? തിരുത്താനാ. And the other was to perfect. One was to correct, the other was to perfect. രണ്ടുപേർക്കും അടിച്ചത് കാറ്റാണ്. But both of them received the wind. പക്ഷേ എന്താണ് സംഭവം? ഒന്ന് തിരുത്താനും ഒന്ന് തികയ്ക്കാനും. But the difference is that one was to correct and the other was to perfect. Amen. തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ പാപ്പത്തെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടിക്കാൻ. So before you understand, before you give any trouble to your pastor, understand what this issue is. ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ശാസിക്കാൻ. Discern what it is before you rebuke. Praise the Lord. Amen. Praise the Lord. Hallelujah. Hallelujah. ഇനി നിങ്ങൾ എത്ര നേരെ നിന്ന് ശാസിച്ചിട്ട് വയ്യാഞ്ഞിട്ട് 21 ദിവസം ഉപവസിച്ച് ശാസിച്ചാലും പോകത്തില്ല. തിരുത്താൻ വേണ്ടിയാ. Sometimes you're fasting and praying 21 days and rebuking and nothing changes because this is a problem of correcting you. Hallelujah. Hallelujah. കുഞ്ഞേ, എന്നോട് വിഷമം തോന്നല്ലേ. Do not be upset with me. Hallelujah. ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്ന കാറ്റ് തികയ്ക്കാനാണോ തിരുത്താനാണോ? You need to know whether this wind is to correct you or to perfect you. നീ തിരുത്താനുള്ളതാ അടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി മുട്ടും മടക്കി അപ്പ ഞാനിതാന്ന് പറയണോ? If it is a wind meant to correct you, tonight you ought to bend your knee and say, here I am, Lord, and repent. തിരുത്താനുള്ളതാണെങ്കിൽ മടങ്ങി വരാൻ ആത്മാവ് ദൂത് പറയുന്നു. If it is to correct you, the Holy Spirit is calling you out to come back. ആളതന്റെ ഉടയവന്റെയും കഴുതന്റെ യജമാനന്റെയും പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനം അറിയുന്നില്ല. The donkey and the animals and the cattle know the intent of their owner, but my people discern it not. ഇന്ന് രാത്രി മടങ്ങി വാ. But tonight come back. ഇന്ന് രാത്രി നീ മടങ്ങി വാ. Come back tonight. ആത്മാവ് ആലോചന വിളിച്ചു പറയുന്നു. The Holy Spirit is calling out to somebody. ഹല്ലേലൂയ. Hallelujah. കാറ്റുണ്ടെന്ന് പറഞ്ഞിരിക്കാനല്ല, എന്തിനാണെന്ന് അറിയാനാ വിളിച്ചത്. Do not sit there worrying about your wind. Discern the purpose ഇന്ന് behind the രാത്രി wind. തിരിച്ചറിഞ്ഞു മടങ്ങി വരാൻ ആത്മാവ് ദൂത് പറയുന്നു. The Holy Spirit is calling out a word to come back, discerning the purpose. ഇന്ന് രാത്രി സമർപ്പണമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? How many of you have a heart of surrender tonight? ഹല്ലേലൂയ. Amen. അപ്പൊ Hallelujah. തിരിച്ചറിഞ്ഞിട്ട് ശാസിക്കണം. So you need to discern it before you rebuke it. ആ ശരീരത്തിലെ കഷ്ടം നമ്മളെ ഇംപേഷ്യന്റ് ആക്കാനുള്ളത് തന്ത്രമാണ്. It is a strategy to make you impatient through the suffering of your body. നമ്മൾ എങ്ങനെ ഇതിനെ ഡിഫീറ്റ് ചെയ്യുന്നത്? നമുക്കുള്ള പർപ്പസ്, നമുക്കുള്ള ഉപാധി എന്താണ്? So what is our solution? How do we defeat this? Praise God. ദൈവത്തിന് പറയാനുള്ള മറുപടി, എന്റെ കൃപ നിനക്ക് മതി. And the Lord is telling you, my grace is sufficient ആ for you. കൃപയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. It is this
is grace that strengthens us. ഹല്ലേലൂയ. പിശാചിന്റെ ഉദ്ദേശം അസഹിഷ്ണുതയാണ്. Satan's goal is impatience. യാക്കോബിന്റെ ലേഖനം 1:12 പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. But James 1:12 says, blessed is the one who perseveres. ഇനി നിങ്ങൾ വിചാരിക്കും അതിനെന്നെ ഉദ്ദേശിച്ച് അസഹിഷ്ണുത ഉണ്ടായ എന്നാ കുഴപ്പം? So you might ask the preacher, what's the problem with impatience? Praise God. Hallelujah. അബ്രഹാം കാത്തിരുന്നു പിന്നെ ഹാഗാറിന്റെ കൂടാരത്തിലോട്ട് വെച്ച് പിടിച്ചു. അതിന്റെ കുഴപ്പം ഇന്നും ലോകത്തുണ്ട്. We know what happened when Abraham became impatient after waiting for the promise. We know the results of that impatience that are affecting us even today. മോശ അസഹിഷ്ണനായി. Moses also became impatient. ഈ ജനത്തെ വിടുവിക്കണം. He wanted to deliver these people. ഒരു പ്രവൃത്തിയും കാണുന്നില്ല. They are not able to see any moving. മോശ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. Moses began to beat it. അങ്ങനെ അടിച്ചടിച്ച് 10 ലക്ഷം പേരെ കൊല്ലാൻ പറ്റുമോ? And can he just beat 10 lakh people? കൊല്ലാൻ പറ്റുമോ? പറ്റത്തൊന്നുമില്ല. Can he just bring them back to correction? ഒരു കൊലയൊക്കെ നടത്തി 10 വർഷം മരുഭൂമിയിൽ പോയി കിടന്നു. He murdered one person and had to endure the wilderness for 40 years. ഒരൊറ്റ അടിയാണ്. It was one strike. 40 കൊല്ലം കിടന്നപ്പോൾ സഹിഷ്ണുത പഠിച്ചു. After 40 years, that impatience is now there. The patience is gone. നമ്മളെ 40 വർഷം കിടന്നു. Even though he waited 40 years, he learned or not? Did he learn patience or not after 40 years? പിന്നെയും 40 വർഷം കിടന്ന പുള്ളി പിന്നെയും സഹിഷ്ണുതയൊന്നും പഠിച്ചില്ല. പിന്നെ ഇംപേഷ്യന്റ് ആയിട്ടുണ്ട്. Even after 40 years, he has not learned his patience. ഹല്ലേലൂയ. പാറക്കിട്ട് അടി കൊടുത്തു. And he struck the rock. അപ്പോൾ ദൈവം കനാനിലോട്ടുള്ള ടിക്കറ്റ് കീറി. And so the Lord ripped apart his ticket to Canaan. അസഹിഷ്ണുത വലിയ വിഷയമാണ്. This is a problem of impatience. നിങ്ങൾക്ക് പ്രയാസമായോ ഇന്ന് രാത്രി? നിങ്ങൾ വിചാരിച്ചു വന്നത് ഈ പാർട്ടിങ്ങൊന്നും അല്ല. ഇന്നലെ ഒന്ന് തുടങ്ങി വെച്ചതൊക്കെ വെച്ച് ഇന്ന് കത്തിക്കുമെന്നാ വിചാരിച്ചില്ലേ? You might be disappointed. Are you thinking that there would be a different type of a sermon tonight? Praise the Lord. Hallelujah. ദൈവമേ, Child of God, അസഹിഷ്ണുതയുണ്ടോ? if there is impatience, നിങ്ങൾക്കറിയാമോ, എൻ്റെ കർത്താവിൻ്റെ അടുത്ത് കർത്താവിനെ പിടിച്ചോണ്ട് പോകാൻ യൂദ കാണിച്ചു കൊടുത്ത് എല്ലാവരും കൂടെ വന്ന് നിൽക്കുക. There were many people that went to Jesus after Judas had betrayed Jesus. ഹല്ലേലൂയ. പത്രോസ് അസഹിഷ്ണനായി പോയി. And Peter became impatient. പത്രോസിന് ആ സ്നേഹം മൂത്തിട്ട് കത്തി എടുത്ത് ചെവി വെട്ട. Out of his love for God, he took his sword and cut off that person's ear. എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയില്ലായിരുന്നു 4 ക്രൂശ് മുങ്ങിയേനെ. If Jesus had not healed that person, 4 more crosses might have been erected. നാലാമത്തെ ഒരു കുരിശ്. A 4th cross would have been erected. ഹല്ലേലൂയ. അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ when we talk about impatience, അത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. it is an evidence or proof of lack of faith. അപ്പോൾ തന്നെ അസഹിഷ്ണുത ക്രിസ്തുവിൽ വളർച്ചയില്ലാത്തതിന്റെ ലക്ഷണം കൂടിയാണ്. And so lack of faith is an evidence of lack of growth in Christ Jesus. Praise the Lord. Amen. Praise the Lord. Amen. Praise the Lord. Hallelujah. ഓഷിപ്പിക്കാം പത്യവചനമാ ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാം പത്യവചനമാ നിർമ്മലത്തോ നിത്യം കൂടു നിർമ്മലത്തോ നിത്യം ഓ പച്ച പുൽശയ്യയിൽ ഓ തേടി വന്നു ദോഷിയാമെൻ നേയുമെൻ നേയും നാഥ തേടി വന്നു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടോ? You
must have growth in Christ. ഹല്ലേലൂയ. Hallelujah. വാത്സല്യ ദൈവ കുഞ്ഞുങ്ങളെ, പിശാചിനെ നിങ്ങൾ അറിയണം. Blessed children of God, you must discern your നിങ്ങളുടെ enemy. ശത്രുവിനെ നിങ്ങൾ അറിയണം. You need to know your enemy. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തെ ഉന്നം വെക്കുന്നവനെ നിങ്ങൾ അറിയണം. You need to know the one that targets your നിങ്ങളുടെ body. മനസ്സിനെ ഉന്നം വെക്കുന്നവനെ നിങ്ങൾ അറിയണം. You need to know the one that targets your നിങ്ങൾ mind. വിട്ടുകൊടുക്കരുത്. Do not compromise. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയണം. You need to discern in your spirit. നിങ്ങളെ തകർത്ത് കളയാൻ വരുന്നവനെ നിങ്ങൾ അറിയണം. You need to discern the one that seeks to നിങ്ങൾ destroy ആത്മാവിൽ you. യുദ്ധം ചെയ്യണം. You need to warfare ആത്മമണ്ഡലത്തിൽ in the അതിനെ spirit. തിരിച്ചറിയണം. You need to war in the spirit realm. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ക്രിസ്തുവിൽ വളരണം. You need to grow in Christ. ദൈവ വചനത്തിൽ വളരണം. Grow in the word of God. ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ വരണം. You need to know the power of the Holy Spirit. ഹല്ലേലൂയ. Amen. ഹവ്വായുടെ അടുത്ത് അവൻ വന്നപ്പോ When he came to Eve, അവൻ മനസ്സിനെ ടാർഗറ്റ് ചെയ്തു. he targeted the mind. യോബിന്റെ അടുത്ത് വന്നപ്പോ When he came to Job, അവൻ ശരീരത്തെ ടാർഗറ്റ് he ചെയ്തു. targeted the body. ഞാൻ ഒറ്റ ഒരാളുടെ കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. I'm going to show you one more person and I'll end. അവൻ ദാവീദിന്റെ അടുത്ത് വന്നു. He came to David. ദാവീദിന്റെ അടുത്ത് വന്നപ്പോ When he came to David, നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ നിർത്തേണ്ടതുകൊണ്ട് ഞാൻ ഒരു 1-2 വാക്കിലങ്ങ് പറയത്തേ ഉള്ളേ. ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം. അങ്ങനെ പറ, വായിക്കണ്ട, അങ്ങനെ I പറഞ്ഞു. don't want you to read it now. Go home and read the book of 1 Chronicles, chapter 21 verse 1 following. 21 verse 1 onwards. ആമേൻ. Amen. ഹല്ലേലൂയ. അത് എല്ലാവരും ഒന്ന് വായിച്ചാൽ മതി. Just go home and read. അപ്പൊ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. You will understand what I'm telling you. ദാവീദ് ജനത്തെ എണ്ണാൻ തുടങ്ങി. David began to take a census of the people. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല പുള്ളി എണ്ണിയത്. Not because the Lord instructed him. അവൻ എല്ലാവരെയും എണ്ണി. Then he counted them. അവിടെ എന്നതാ ദാവീദിന്റെ ലൈഫിൽ പിശാച് ചെയ്തത്? So what did Satan do in David's life there? പിശാചിന്റെ ടാർഗറ്റ് എന്നായിരുന്നു? What was Satan's target here? എന്നാ അവിടെ പിശാചിന്റെ ടാർഗറ്റ്? What was Satan's target? അവന്റെ ഇച്ഛയെ ടാർഗറ്റ് ചെയ്തു. He is targeting his desires. Will. അവന്റെ വില്ലിനെ ടാർഗറ്റ് ചെയ്തു. He is targeting his will. അവിടെ നമ്മൾ വായിക്കുമ്പം നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി. എന്നിട്ട് ഇത് നിങ്ങൾ കണക്ട് ചെയ്യണേ. അവന്റെ വെപ്പൺ എന്തായിരുന്നു? And what was Satan's weapon? അവിടെ അവന്റെ വെപ്പൺ പ്രൈഡാണ്. The weapon was pride. അഹങ്കാരം, പ്രൈഡ്. Pride. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് അവന്റെ നേരെ അവന്റെ വില്ലിനെ ടാർഗറ്റ് ചെയ്തു. Firstly, the target was the will. അത് കഴിഞ്ഞിട്ട് അവനെ ഉപയോഗിച്ച ആയുധം അഹങ്കാരമാണ്. The second thing is the weapon that was used, which was pride. എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിജയങ്ങൾ വരുന്നു. And so there were back-to-back victories. നേട്ടങ്ങൾ, ഉയർച്ചകൾ, വളർച്ചകൾ, exaltations, growths and elevations. അപ്പം പിശാചിന്റെ ഉദ്ദേശം ഹല്ലേലൂയ. അപ്പൊ അവനൊരു ഉദ്ദേശം, ഒരു പർപ്പസ് കൂടെ ഉണ്ട്. എന്നാ അവന്റെ പർപ്പസ് എന്നറിയാമോ? ദാവീദിനെ ദൈവത്തിൽ നിന്ന് അകറ്റണം. And Satan's purpose was to bring David away from the Lord. ഇപ്പൊ ഇയ്യോബിന്റെ അടുത്ത് കൊണ്ടുവന്ന തന്ത്രം ദാവീദിന്റെ അടുത്ത് വിജയിക്കത്തില്ല. ദാവീദിനെ അസഹിഷ്ണനാക്കാൻ പറ്റത്തില്ല. പുള്ളി എത്ര നേരം വേണേലും കാത്തിരുന്നോളൂ. No matter what you do to David, you cannot use the same strategy and സങ്കീർത്തനം make him sick ഞാൻ him in the കർത്താവിന് വേണ്ടി body. കാത്തിരുന്നു. And David will say, I will wait upon the Lord. ദാവീദിന് കാത്തിരിക്കാൻ ഒരു മടിയില്ല. David has no problem waiting on the Lord. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. നിങ്ങളെ വചനത്തിന്റെ വചനം മനസ്സിലാക്കണം. ദാവീദ് ബർശബയുമായിട്ട് പാപം ചെയ്തപ്പം 4 പേരെ അന്ന് മരിച്ചുള്ളൂ. I don't want you to misunderstand what I'm saying. When David committed a sin with Bathsheba, only 4 people died. പക്ഷേ ദാവീദ് ജനത്തെ എണ്ണിയപ്പോൾ 70,000 പേര് പോയി. But when David counted the people in a census, 70,000 died. Hallelujah. Praise God. Hallelujah. Praise the Lord. Hallelujah. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞു. If you understood what I'm അപ്പൊ saying. നോക്കിക്കേ, അവന്റെ ഇച്ഛയെ ടാർഗറ്റ് ചെയ്തു. അവനിൽ അഹങ്കാരത്തെ കൊണ്ടുവന്നു. എന്നിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നും ദാവീദിനെ അകറ്റാൻ ശ്രമിച്ചു. And Satan targeted his will, used pride and sought to bring him away from the purposes of God. അപ്പൊ പിന്നെ ദൈവം തമ്പുരാൻ അടുത്ത് വന്ന് ദാവീദിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തായാലും ശിക്ഷയുണ്ട്. And now the Lord himself comes to David and asks him a question. ദൈവം പറഞ്ഞു, നീ നിന്റെ ശത്രുക്കളുടെ കൈ വീഴും, ദൂതനിറങ്ങി വെട്ടും. അയ്യോ എന്നും വേണ്ട. ദാവീദ് നെഞ്ചത്തടിച്ച് കർത്താവിന്റെ കാല് പിടിച്ചു. And the Bible says that God told David that he would fall into the hands of his enemy. David repented and said, Lord, please don't do this. അങ്ങനെ ദാവീദ് ദൈവത്തോട് കരഞ്ഞ് ഹല്ലേലൂയ അവിടെ ഒരു ബലി കഴിച്ചു. And David began to weep and wail before the Lord. ദാവീദ് ബലി കഴിച്ച കളം അർണോന്റെ കളമാണ്. അർണോന്റെ കളത്തില. He is in the group of Arnon.
ബലി കഴിച്ച സ്ഥലം. In the place where the sacrifice was ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ കളത്തിലാണ് ദേവാലയം പണിതത്. And it was in that place the temple was built. അപ്പോൾ ദൈവത്തിന്റെ കൃപ അവിടെയും വന്നു. But the grace of God descended there as well. ദൈവത്തിന്റെ ആ കൃപ അനുഭവിക്കുന്ന ഒരു ദൈവത്തെ ഒന്ന് I സ്തുതിച്ചാട്ടെ. praise God for those of you experiencing the grace of ഞാൻ ഇന്ന് God. രാത്രി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Are you understanding what I'm telling you tonight? ആത്മാവിനെ ഹേമിച്ചോണ്ടാ ഞാൻ ഈ ദൂത് ഇവിടെ പറയുന്നത്. It is because I was led by the എനിക്ക് Spirit ഇറങ്ങി that I'm വന്ന് preaching ഓരോരുത്തരുടെയും this. തലേ കൈവച്ച് ഇത് പറയണമെന്നുണ്ട്. I have a desire that I want to come and prophesy over ദൈവകുഞ്ഞേ, you. നീ നിൽക്കുന്ന ഒരു തലം നീ മനസ്സിലാക്കണം. But you need to know the territory in which you are standing. നിന്റെ ഹല്ലേലൂയ നിന്റെ ശത്രുവിനെ നീ അറിയണം. You need to know your enemy. അവൻ നിന്നെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു, നീ തിരിച്ചറിയണം. You need to know that you are being അവൻ robbed നിന്നിൽ by your enemy. അസമാധാനം ഉണ്ടാക്കുന്നത് തിരിച്ചറിയണം. You need to know that he is giving you നിന്റെ restlessness. കുടുംബത്തിനകത്ത് അവൻ വിതച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ നീ തിരിച്ചറിയണം. You need to know what the enemy is sowing in your household. അല്ല, നീ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ ഇന്ന് മടങ്ങി വരണം. But if it is to correct you, you need to come back. പക്ഷേ ഇന്ന് രാത്രി ദൈവജനത്തിന് തിരിച്ചറിവുണ്ടാകുന്ന രാത്രിയാകണം. But tonight let this be a night of ഇന്ന് discernment. രാത്രി ദൈവം നിന്നെ തൊടുന്ന രാത്രിയാകണം. Let it be the night where you are touched by the ഇന്ന് Lord. നീയും ദൈവവുമായിട്ട് സംസാരിക്കുന്ന A രാത്രിയാകണം. night where you and the Lord are ഇന്ന് രാത്രി communicating. ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്. The Lord has some things to intervene and ദൈവം tell ചില you കാര്യങ്ങൾ tonight. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. He desires to do some things in your life today. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി ജീവിതത്തെ അനലൈസ് ചെയ്യാൻ ആത്മാവ് ആലോചന പറയുന്നു. The Holy Spirit is telling you to analyze your lives ദൈവം നീ കടന്നു today. പോകുന്ന എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് ഇടപെടാനുണ്ട്. The Lord has an intervention to do in every ദൈവത്തിന് situation. വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. He has a great exploit to do in ചിലര് each കണ്ണുനീരോട് ഇന്ന് situation. രാത്രി സമർപ്പിക്കുന്നത് ഞാൻ കാണുന്നു. I see that some of you are surrendering in your ചില കണ്ണിൽ spirit. നിന്ന് കണ്ണുനീര് വീഴുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. I see some of you weeping and tearing. ഇന്ന് രാത്രി ദൈവം നിന്നെ The തൊട്ടുകൊണ്ടിരിക്കുകയാണ്. Lord is touching you ദൈവം tonight. നിന്റെ കുടുംബത്തിൽ The ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Lord is descending into നീ your അനുഭവിക്കുന്ന household. വിഷയത്തിന്റെ ആഴത്തെ അവൻ തൊടുകയാണ്. He is touching the depth of your situation tonight. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. നോക്കിക്കേ, ഹവ്വായുടെ മനസ്സ്, It was Eve's mind, യോബിന്റെ ശരീരം, Job's body, ദാവീദിന്റെ ഹിതം. and David's will. അതുകൊണ്ട് ഇതിന് മൂന്നും അറിയാവുന്ന അപ്പോസ്തലനായ പൗലോസ് And so knowing all this, the Apostle ഇതിനെ Paul, മൂന്നിനെയും കൂട്ടിക്കെട്ടി combining all of these three together, റോമാലേഖനം 12:1 മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. he says in Romans chapter 12 and 12, three things he mentions there. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Three things are mentioned there. മോനെ ഒന്ന് വായിച്ചേ. ആ ആ ആ ആ ഒന്ന് നിങ്ങളുടെ ശരീരങ്ങളെ ആ ആ ആ ആ രണ്ട് മനസ്സ് രൂപാന്തരപ്പെടണം. മൂന്ന് ദൈവത്തിന്റെ ഹിതത്തെ നമ്മുടെ ഹിതത്തെ ദൈവത്തിന് അനുകൂലമാക്കണം. ഒന്ന് ശരീരങ്ങളെ, മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. We see three things here. ഒന്ന് ശരീരങ്ങളെ, Your bodies, രണ്ട് മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം, renewing your mind, മൂന്ന് ഹിതത്തെ ദൈവത്തിന് അനുകൂലമാക്കണം. and align yourself to the perfect will of God. കാരണം സാത്താൻ ഉന്നം വെക്കുന്ന ഇതിനെ മൂന്നിനെയുമാണ്. Because it is these three things the enemy targets. വിശ്വാസിയുടെ മനസ്സിനെ ഉന്നം വെക്കും, He will target your mind, അവന്റെ ശരീരത്തെ ഉന്നം വെക്കും, your body, വിശ്വാസിയുടെ ഹിതത്തെ ഉന്നം വെക്കും. and the will of a believer. അതുകൊണ്ട് റോമാലേഖനത്തിൽ ഇതിനെ മൂന്നിനെ കൂട്ടിക്കെട്ടി എഴുതി വെച്ചത്. And so combining these three elements in Romans 12, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് തിരിച്ചു വരണം. he says you must come back to the will of God. ഇന്ന് രാത്രികാലം ഇത് തിരിച്ചറിയുന്ന ദൈവജനം ദൈവത്തെ സ്തുതിക്കണം. If you understand this, can you praise him this evening? Hallelujah. ഇന്ന് രാത്രി മടങ്ങി വരാൻ തയ്യാറാകണം. Are you ready to come back tonight? ഹല്ലേലൂയ. Amen. ഞാൻ ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വേർതിരിക്കാൻ പോകുകയാണ്. I want to set aside some time for you. പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദൂത് ഇവിടെ പറയുന്നത്. I am proclaiming this message at the നിന്റെ compulsion of the ശത്രുവിനെ Holy നീ തിരിച്ചറിയണം. Spirit. You need to discern your നാളുകളായി enemy. കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നവനെ തിരിച്ചറിയണം. You need to discern the one that is നാളുകളായി robbing the വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നവനെ wise. നീ തിരിച്ചറിയണം. The one that is challenging the നീ wise. തിരുത്താനുള്ളതാണെങ്കിൽ ഇന്ന് രാത്രി തിരുത്തണം. If it is to correct, you must correct നീ course. ശരിയാകാനുള്ളതാണെങ്കിൽ കർത്താവേ എന്റെ കുറ്റമാണെന്ന് സമ്മതിക്കണം. If you need to come back and repent, you must say, yes, Lord, it is ഇന്ന് my രാത്രി fault. മടങ്ങി വരുവാൻ ആത്മാവ് ദൂത് പറയുന്നു. And the Holy Spirit is calling out, come back as a കർത്താവേ ഞാൻ prophetic മടങ്ങി word. വരാൻ തയ്യാറാണ്. You must say, Lord, I'm willing to come back. ഞാൻ മടങ്ങി
മടങ്ങി വരാൻ തയ്യാറാണ്. I'm ready to come back. എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്? How many of you are praying tonight? നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിൽ നിന്ന് ശത്രു അകറ്റിയോ? Has the enemy removed your mind from the Lord? കർത്താവിൽ നിന്ന് ആ മനസ്സ് പോയോ? Has that mind been derailed from the ആ Lord? പണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കുമായിരുന്നു. It used to be a time where you heard the voice of the പണ്ടൊരു തെറ്റ് Lord. ചെയ്യുമ്പോൾ തിരിച്ചറിയുമായിരുന്നു. There used to be a time where you would know പണ്ട് the മനസ്സിന് അത് അറിയാമായിരുന്നു. convictions. You would discern it in your ഇന്ന് spirit. മനസ്സിന് അത് അറിയത്തില്ല. But now the mind is not discerning ഇന്ന് your ദൈവത്തിൽ നിന്ന് mistakes. മാറിപ്പോയി. Now you have come away from the മടങ്ങി Lord. വരാൻ ആത്മാവ് പറയുന്നു. The Holy Spirit says, come back. കരയാൻ എത്ര പേര് തയ്യാറാണ്? How many of you are ready to cry? എന്റെ മനസ്സിനെ തരുന്നു കർത്താവേ. Lord, I'm giving you my ഓ mind. ദൈവം അതിനെ ഡീൽ ചെയ്യണമെന്ന്, Deal with my mind. ദൈവം Oh God. ഇടപെടണമെന്ന്, Intervene into my എന്റെ mind. ദൈവം ഇടപെടണമെന്ന് Intervene into my എത്ര പേര് ഇന്ന് mind. രാത്രി പ്രാർത്ഥിക്കൂ? How many of you will pray നിന്റെ tonight? മനസ്സിനെ കൊള്ളയടിച്ച വിഷയത്തെ, In the matters where your mind was നിന്റെ മനസ്സിനെ robbed. കൊള്ളയടിച്ച വിഷയത്തെ, In the matters where your mind was നിന്റെ robbed. മനസ്സിനെ കൊള്ളയടിച്ച വിഷയത്തെ In the matters where your mind was ആത്മാവ് ഇന്ന് robbed. രാത്രി തൊടാൻ ആഗ്രഹിക്കുന്നു. The Holy Spirit desires to touch it. ആത്മാവ് ഇന്ന് രാത്രി തൊടാൻ The ആഗ്രഹിക്കുന്നു. Spirit of God ഓ desires to കർത്താവേ, എന്റെ touch. മനസ്സ് കൊള്ളയടിക്കപ്പെട്ടു. Lord, my mind has been robbed. ഇന്ന് രാത്രി ആ മനസ്സിനെ ഞാൻ ദൈവത്തിന് തരുന്നെന്ന്, But I am giving my mind ആ over to മനസ്സിൽ ഇടപെടാൻ God. ദൈവം ആഗ്രഹിക്കുമ്പോ, As the Lord desires to intervene ആ into the മനസ്സിനോട് ദൈവം mind. സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോ, The Lord desires to speak ആ to that മനസ്സിനെ mind. വിട്ടുകൊടുക്കാം. Can you give your mind എത്ര പേര് ഇന്ന് over? രാത്രി തയ്യാറാണ്? How many of you are ready for this? നാളുകളായി നിന്റെ ശരീരത്തോട് വെല്ലുവിളിക്കുന്ന, Even the enemy challenges your നിന്റെ body. ശരീരത്തെ നോക്കി വെല്ലുവിളിക്കുന്ന, Looking at your body, he's നിന്റെ challenging ശരീരത്തെ you. തകർക്കാൻ നിൽക്കുന്ന Enemy seeks to destroy ആ your അന്ധകാര body. ശക്തിയെ Looking at that dark ഇന്ന് രാത്രി force. തിരിച്ചറിയാം. Are you able to discern അതൊരു it? പൈശാചിക മണ്ഡലമാണെന്ന് It is a demonic തിരിച്ചറിയുന്ന realm. ദൈവജന If you discern that ഇന്ന് tonight, രാത്രി ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്ക. go ahead and give that അത് matter over to ഹീലിംഗിന്റെ him. രാത്രിയാണ്. It will be an evening ഇത് of വിടുതലിന്റെ healing. രാത്രിയാണ്. Deliverance in this ആത്മാവ് evening. വിടുതൽ പകരുന്ന രാത്രിയാണ്. A night where the ഓ Holy നിന്റെ Spirit will ശരീരത്തെ pour out the മണ്ഡലത്തെ ദൈവം deliverance. തൊടുകയാണ്. The Lord is touching your ചുടര bodies. മനകട രഗൽ ഘടകജാന. ആത്മാവ് ആലോചന വിളിച്ചു പറയുന്നു. The Lord is calling out a അവൻ നിന്നെ prophetic സുഖപ്പെടുത്തുന്ന word. രാത്രിയാണ്. This is the night where he ദൈവിക will സൗഖ്യങ്ങൾ ഇന്ന് heal you. രാത്രി നടക്കുകയാണ്. Healings are taking place എത്ര പേര് പറയും tonight. ഇന്ന് രാത്രി, How many of you will say, എനിക്കൊരു സൗഖ്യം വേണം, I need that എനിക്കൊരു healing. സൗഖ്യം വേണം. I need that ഹല്ലേലൂയ, healing. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവേ, തികയ്ക്കാനുള്ളതാണെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു. Lord, if it is to perfect, I submit. ആ തിരുത്താനുള്ളതാണെങ്കിൽ ഞാൻ മടങ്ങി വരുന്നു. And if it is to correct, I come back. ഹല്ലേലൂയ. Jesus. പക്ഷേ ഇന്ന് രാത്രി ആ രോഗഭാരം പോണം. But tonight, that burden of disease must be removed. Rakatana. ഇന്ന് രാത്രി സൗഖ്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Healings are taking place ഞാൻ tonight. ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു. I call out a message in ചില the Holy സമർപ്പണത്തിന് Spirit. മുന്നിൽ ചില സൗഖ്യങ്ങൾ നടക്കുന്നു. In the face of your surrender, some healings are coming ചില down. സമർപ്പണത്തിന്റെ മുമ്പിൽ ദൈവ സൗഖ്യങ്ങളെ പകരുന്നു. In the face of your surrender, some healings are എല്ലാ coming കുഞ്ഞുങ്ങളും down. പ്രാർത്ഥിച്ചാട്ടെ. Hey Lord, all the children begin to ഓ റമ pray. ശന്ധുരിയാന. Rakamam, ആത്മാവ് Shakatele. വ്യക്തമായിട്ട് പറയുന്നു. The Holy Spirit is clearly ഹല്ലേലൂയ. നിന്റെ speaking. ഉള്ളിൽ അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ, If there is pride in your നീ heart tonight, അനുഭവിക്കുന്ന ഒന്നും നിന്റെ മിടുക്കല്ല, it is not your intellect that brought you to ദൈവത്തിന്റെ this. കൃപയാണ്. It is the grace of God. ദൈവത്തിന്റെ കൃപയാണ്. The grace of ഇന്ന് രാത്രി God. താഴുവാൻ ആത്മാവ് ആലോചന പറയുന്നു. The Holy Spirit is telling you to humble ആ yourself. താഴ്ത്താൻ എത്ര പേർ തയ്യാറാണ്? How many of you are ready to humble yourself? ഔറാ സതജരാദിയാന. Vadanam, Prabanam, Bhadaganam, അർച്ചന പ്രബന്ധുനി റബലഘടക ശൈഡൽ കരാദിയ. Hakatana. ഇന്ന് രാത്രി സമർപ്പിക്കാൻ ആത്മാവ് ആലോചന The പറയുന്നു. Holy Spirit is telling you to surrender കർത്താവേ, എന്റെ tonight. മനസ്സിനെ ഞാൻ തരുന്നെന്ന് പറയുന്ന എത്ര പേര് How ഇവിടെയുണ്ട്? many of you will say, Lord, I give you my mind? നിങ്ങളിൽ എത്ര പേര് പറയുന്നു എന്റെ ശരീരത്തെ ഞാൻ തരുന്നു? How many of you will say, I give you my body? ഓ ഹല്ലേലൂയ, ഞാൻ എന്നെ സമർപ്പിക്കണമെന്ന് പറയുന്ന എത്ര പേര് ഇവിടെയുണ്ട്? How many of you will say, I surrender? ഞാൻ സമർപ്പിക്കുന്നെന്ന് പറയുന്നവർ മാത്രം അക്കരം ഉയർത്തിക്കാട്ടെ. Those of you that are ready to surrender, can you lift ഓ your hands? ഞാൻ നിങ്ങൾക്ക് വേണ്ടി towards പ്രാർത്ഥിക്കുമ്പോൾ heaven? അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ ഒരു നിമിഷം I want എഴുന്നേറ്റാട്ടെ. to pray for you. Just those of you that lifted your hands, ഓ stand ഇത് up. വിടുതലിന്റെ സമയമാണ്. This is the time of deliverance. ഇത് സൗഖ്യത്തിന്റെ The സമയമാണ്. time of healing. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ്. The time where the Lord is doing കർത്താവ് something. ആഴത്തിൽ ഇടപെടുന്ന സമയമാണ്. Where He is intervening ഇത് into some ദൈവപ്രവൃത്തിയുടെ areas. സമയമാണ്. The time of God
നിങ്ങൾ ആരും ആരെയും നോക്കണ്ട. Don't look at anyone else. കണ്ണുനീരോടെ കാൽവരിയുടെ ക്രൂശിന്റെ അടുത്തേക്ക് വന്നാട്ട് Can you come to the foot of the cross കാൽവരിയുടെ in ക്രൂശിൽ tears? നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്ന The Lord who died on the cross for us. നമുക്ക് വേണ്ടി ജീവനെ തന്ന The one who gave his life for നമ്മെ us. സ്നേഹിച്ച നിത്യ സ്നേഹം With eternal love. ഇന്ന് He loved രാത്രി ഇവിടെ us. വ്യാപരിക്കുകയാണ്. He is here moving in കർത്താവേ this place. സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? Can you pray, Lord, heal me tonight? അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. I believe I'm healed by ഇന്ന് your രാത്രി ഇത് stripes. സൗഖ്യത്തിന്റെ രാത്രിയാണ്. This is a season of your കർത്താവ് ചിലരെ healing. ഇന്ന് സൗഖ്യമാക്കുന്നു. Tonight the Lord is നാളുകളായി healing നീ some people. അനുഭവിക്കുന്ന വേദനയുടെ This pain that I'm feeling ആ tonight. ആ പൈശാചിക മണ്ഡലത്തെ In this dark realm of ആത്മാവ് ഇന്ന് darkness. രാത്രി തൊടുകയാണ്. The Lord is touching it ദൈവത്തിന്റെ tonight. സൗഖ്യം ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. The Lord's healing is moving in അല്പസമയം this പ്രാർത്ഥിക്കാൻ place. എത്ര പേര് തയ്യാറാണ്? How many of you are ready to ആത്മാവിൽ pray? വ്യക്തിപരമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. Can you begin to pray? ആത്മാവിൽ Pray, വ്യക്തിപരമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. pray in the spirit ഓ individually. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. Pray in the Holy Spirit. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. Pray in tongues ആത്മാവ് tonight. നിങ്ങളെ വ്യക്തിപരമായി തൊട്ടു തുടങ്ങട്ടെ. Let the Lord touch you നിങ്ങൾക്ക് individually. രോഗമുള്ളിടത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. Touch the area of your ഉടകര ജമൽ infirmity ഘടകജാന and begin to pray ഹൃദയത്തിലേക്ക് tonight. ദൈവത്തിന്റെ കരം ഇറങ്ങി വരട്ടെ. Let the hand of ഓ God നിങ്ങളുടെ മനസ്സിനെ descend. തകർത്ത വിഷയത്തെ ആത്മാവ് തൊടട്ടെ. May the Lord touch your mind that is ആത്മാവ് എന്നോട് broken. പറയുന്നു, The Holy Spirit ചില കുഞ്ഞുങ്ങളുടെ says, മനസ്സിനെ അവൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. the Lord has captured the ഓ minds of ചില some മനസ്സുകളെ children. തൊട്ടിട്ടുണ്ട്. God has touched some ഇന്ന് minds. രാത്രി ആ മനസ്സുകളെ ദൈവം സ്വതന്ത്രമാക്കുന്നു. He is freeing some minds ഇന്ന് രാത്രി ചില tonight. മനസ്സുകളെ ദൈവം സ്വതന്ത്രമാക്കുന്നു. He is freeing some minds ഓ ചില മനസ്സുകളെ tonight. ദൈവം സ്വതന്ത്രമാക്കുന്നു. He is freeing some ചില minds. മനസ്സുകളെ ദൈവം തൊടുന്നു. The Lord is touching some നീ കഴിഞ്ഞ minds. നാളുകളിൽ ഉടയപ്പെട്ടത്, You have been broken in the കഴിഞ്ഞ past. നാളുകളിൽ തകർക്കപ്പെട്ടത് You have been broken in the ഇന്ന് past. രാത്രി ദൈവം സുഖമാക്കുന്നു. But tonight He heals ദൈവിക you. സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നു. Divine healings in ആന്തരിക this സൗഖ്യങ്ങൾ ഇവിടെ place. നടക്കുകയാണ്. Inner healings ഓ in this ആന്തരിക place. സൗഖ്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. Inner healing. ആത്മാവ് ചിലതിനെ തൊട്ടുകൊണ്ടിരിക്കുന്നു. He is touching some spirits. രചനസി അന്ധന Ragunia രചന Sakare. പ്രഭാതനൽ ഘടകജാനിയ Reshma Kanto. ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ ഇവിടെ നടക്കുന്നു. Tonight some healings ആ, are അങ്ങനെ happening. വ്യക്തിപരമായി വിടുതൽ വേണ്ടിയവർ മാത്രം അക്കരെ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഒന്ന് ഉയർത്തി. If you're in need of an individual healing, can you lift your hands Oh, as high as you can? Riba Kanadi, Arkana, Rabar Kanadi. രാക്ഷസ് പൗഡമ ഹർത്തൽ പ്രഭാതിയാന അർത്ഥന പ്രഭാറിയാധന ഘടകങ്ങൾ ഘടകജാന സൗഖ്യമാക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. Let the grace of God bring forth healing. സൗഖ്യമാക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. Let the grace of God bring forth healing. Magadia Hartana Kadara Barkene. Washto Lokomo Sekanaya. ഹല്ലേലൂയ. Shatana. ഇന്ന് രാത്രി കാൽവരിയുടെ ക്രൂശിന്റെ സാന്നിധ്യം ഇവിടെ നിൽക്കുകയാണ്. We are standing at the presence of the foot of the cross. ഹല്ലേലൂയ. സൗഖ്യം ആഗ്രഹിക്കുന്ന ഈ കരങ്ങൾ These hands. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for നിങ്ങൾ you. വ്യക്തിപരമായി പ്രാർത്ഥിക്കുക.